നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ വീണ്ടും ഒരു ലോകകപ്പ് ഫൈനൽ കളിക്കാൻ പോവുകയാണ്. ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 171 റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ടിന് 103 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. ഇതോടെ ഇന്ത്യ വീണ്ടും ഒരു ലോകകപ്പ് ഫൈനലിലോട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടിയിട്ട് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ 34 ബോളിൽ നിന്ന് 57 റൺസ് എടുത്തപ്പോൾ സൂര്യകുമാർ യാദവ് 36 ബോളിൽ നിന്ന് 47 റൺസ് എടുത്തു. ആദ്യം തുടക്കത്തിൽ രോഹിത്തിൻ്റെ കൂടെ ഇറങ്ങി കോഹ്ലി ഒന്ന് ടച്ച് കിട്ടിയെന്ന് വിചാരിച്ചെങ്കിലും ബൗണ്ടറി അടിച്ച് ടച്ച് കിട്ടിയെന്ന് വിചാരിച്ചെങ്കിലും ടോപ്പിൽ നല്ലൊരു ബോളിലൂടെ താരത്തിൻ്റെ വിക്കറ്റ് എടുത്തു. അതിനുശേഷം വന്ന പന്തും ക്യാച്ച് നൽകി പോയതോടെ ഏകദേശം ഒരു ഫ്ലോ പോയി എന്ന് വിചാരിച്ചാണ് ടീമിൻ്റെ. പക്ഷേ പിന്നെ വന്ന സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ തന്നെ പോയി. അവർ പോയി. പിന്നെ അതിനുശേഷം വന്ന ഹാർദിക് പാണ്ഡ്യ അതുപോലെ രവീന്ദ്ര ജഡേജ ആണെങ്കിലും കുഴപ്പമില്ലാത്ത റൺസ് എടുത്തു. ഹാർദിക് പാണ്ഡ്യ 13 ബോളിൽ നിന്ന് 23 റൺസ് എടുത്തു. അതുപോലെ ജഡേജ 9 ബോളിൽ നിന്ന് 17 റൺസും നേടി. സൂര്യകുമാർ യാദവിൻ്റെ കാര്യം പറയണം, താരം ഫോമിലോട്ട് തിരിച്ചെത്തിയെന്ന് തന്നെ കരുതാം. 47 റൺസ്, 2 സിക്സൊക്കെ ഉണ്ടായിരുന്നു. 360 ഡിഗ്രി ടിപ്പിക്കൽ ഷോട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താരം ഫോമിലോട്ട് ഫൈനലിന് മുന്നിൽ തിരിച്ചെത്തി എന്നുള്ളത് ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അവസാനം വന്ന അക്സർ പട്ടേലും ഒരു ബൗണ്ടറി അടിച്ച് ടീമിന് റൺസ് സ്കോർ ചെയ്യാൻ സഹായിച്ചു. താരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് എന്ന് പറയാൻ കഴിയുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് ഉണ്ടായത്. 6 ബോളിൽ നിന്ന് 10 റൺസ് എടുത്തിട്ടുള്ളെങ്കിലും ബോളിംഗ് പെർഫോമൻസും കൂടി കൂട്ടുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഓൾറൗണ്ട് പെർഫോമൻസ് എന്ന് പറയാം. ബോളിംഗ് പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. മാൻ ഓഫ് ദ മാച്ച് താരം തന്നെയാണ് അക്സർ പട്ടേൽ. പിന്നെ അതിന് 171 റൺസാണ് ഇന്ത്യ എടുത്തത് 20 ഓവറിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ. അതിനുശേഷം പിന്നെ ഇംഗ്ലണ്ട് ബാറ്റിങ്ങിന് ഇറങ്ങി. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ നല്ല ഫോമിലായിരുന്നു. ആദ്യത്തെ ഒരു 3 ഓവറിൽ നല്ല ബൗണ്ടറി ബുംറയൊക്കെ ഹർഷദീപിനെതിരെ കുറേ ബൗണ്ടറിയൊക്കെ കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ 4ാമത്തെ ഓവർ തന്നെ രോഹിത് ശർമ്മ അക്സർ പട്ടേലിനെ വിളിച്ചതോടെ കളിയുടെ ഗതി തന്നെ മാറി. ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് ബട്ട്ലർ പോയി. അതോടെ ടീമിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ അതിനുശേഷം പിന്നത്തെ ഓവറിൽ ബുംറ സാൾട്ടിൻ്റെ വിക്കറ്റ് എടുത്തു. പിന്നത്തെ ഫസ്റ്റ് ഓവറിൽ അതിനുശേഷം വന്ന് 5ാമത്തെ ഓവറിൻ്റെ ഫസ്റ്റ് ബോളിൽ തന്നെ ബെയർസ്റ്റോനെ അക്സർ പട്ടേൽ വിക്കറ്റ് എടുത്തോടെ ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ കൈവിട്ടു. പിന്നെ മൊയിൻ അലിൻ്റെ വിക്കറ്റ് സംകറിൻ്റെ പിന്നെ 5ാമത്തെ വിക്കറ്റായിട്ട് സംകറിൻ്റെ വിക്കറ്റ് കൂടി പോയതോടെ ഏകദേശം 49-5 എന്നുള്ള രീതിയിലായിരുന്നു ഇംഗ്ലണ്ട്. അതോടെ തന്നെ ഏകദേശം മത്സരം കഴിഞ്ഞതാണ്. പിന്നെ കാര്യമായിട്ട് വന്ന അതിനുശേഷം അവർക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ജോഫ്ര ആർച്ചറാണ് പിന്നെ കുറച്ചും കൂടി ഒരു 21 റൺസൊക്കെ ആയിട്ട് നിന്നത്. അതോടെ 103 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി. ഇനി ഫൈനലിലോട്ട് വന്നാൽ സൗത്ത് ആഫ്രിക്കയാണ് ഫൈനൽ. നമുക്ക് അറിയുന്ന പോലെ സൗത്ത് ആഫ്രിക്കൻ്റെ ആദ്യത്തെ ഒരു ICC ടൂർണമെൻറ്റ് ഫൈനലാണ്. ഇതിന് മുന്നിലുള്ള അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നതും 2014 തന്നെയായിരുന്നു. ഇന്ത്യ ഫൈനലിലോട്ട് എത്തിയ ആ വർഷം. അന്ന് സെമിയിൽ ഇന്ത്യക്കെതിരെ അവർ തോറ്റ പുറത്താവുമായിരുന്നു. 10 വർഷത്തിന് ശേഷം അവർക്കും ഒരു മികച്ച പ്രകടനത്തോടെ ടൂർണമെൻറ്റിലോട്ട് തിരിച്ചു വരാൻ സാധിച്ചു. ഇനി ഫൈനലിൽ എങ്ങനെയാവും എന്നുള്ളത് നോക്കാം. സൗത്ത് ആഫ്രിക്കനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണ്. ആദ്യമായിട്ട് ഒരു ട്രോഫി നേടിയെടുക്കാനുള്ള അവസരമാണ് അവരുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ലോകകപ്പ് ട്രോഫി നേടിയെടുക്കാനുള്ള അവസരമാണ് അവരുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യക്കാണെങ്കിൽ അവസാനം ഒരു ICC ട്രോഫി നേടിയത് നമുക്ക് അറിയാവുന്ന പോലെ ചാമ്പ്യൻസ് ട്രോഫിയാണ് അന്ന് അവസാനമായിട്ട് നേടിയത്. അപ്പോൾ 10 വർഷത്തിന് ശേഷം ആവും കൂടുതൽ ഏറ്റവും മികച്ച പ്രകടനത്തോടെ ഫൈനൽ ജയിച്ച് കപ്പെടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. നേരത്തെ പറഞ്ഞ പോലെ സൂര്യകുമാർ യാദവോടൊപ്പം ഫോമിലോട്ട് തിരിച്ചെത്തിയോടെ ഇനിയിപ്പോൾ രോഹിത് ഓൾറെഡി ഫോമിലാണ്. ടൂർണമെൻറ്റിൽ മികച്ച ഫോമിൽ തന്നെയാണ് രോഹിത് ശർമ്മ ഉള്ളത്. സൂര്യകുമാർ യാദവും ഫോമിലോട്ട് എത്തി. പിന്നെ ബാക്കി മിഡിൽ ഓർഡർ ആണെങ്കിൽ ജഡേജ ആണെങ്കിലും ഹാർദിക് ആണെങ്കിലും കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. ഇനി കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് കൂടിയാണ് നോക്കി കാണാനുള്ളത്. കോഹ്ലി കൂടി ഫോമിലോട്ട് എത്തിയാൽ ടീമിന് പിന്നെ വേറെ ഒന്നും ബാറ്റിംഗ് നിരയിൽ പിന്നെ പേടിക്കാനായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഫൈനൽ നാളെയാണ്. ഒരു മഴയുള്ളത് കാരണം പിന്നെ ഒരു എക്സ്ട്രാ ഡേ കൂടി റിസർവ് ഡേ ആയിട്ട് ഞായറാഴ്ച കൂടി ഉണ്ടാവും. മഴയൊക്കെ ഉള്ളത് കാരണം ദിവസം ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കി കാണാം. പന്ത് മികച്ച പ്രകടനമൊന്നും കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായിട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും ഫൈനലിൽ സഞ്ജുവിനെ ഇറങ്ങാൻ കഴിയുമെന്നൊന്നും കരുതണില്ല. പിന്നെ എടുത്ത് പറയാൻ വിട്ടുപോയൊരു പെർഫോമൻസ് കുൽദീപ് യാദവിൻ്റെ ആണ്. താരം ഏകദേശം അവസാന മിഡിൽ ഓർഡർ വാലറ്റൊക്കെ എത്തിയപ്പോഴത്തേനും 3 വിക്കറ്റ് എടുത്തു. ലിവിങ്സ്റ്റോൺ അതുപോലെ ക്രിസ് ജോർഡൻ പിന്നെ അതുപോലെ സാംകറിൻ്റെ വിക്കറ്റ് എടുത്തതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. താരത്തിൻ്റെ 3 വിക്കറ്റ് പ്രകടനം വളരെ മികച്ചതായിരുന്നു. ടീമിൻ്റെ ഓവറോൾ ബോളിംഗ് നോക്കുമ്പോൾ നല്ല രീതിയിൽ തുടക്കത്തിൽ ആ ഒരു 2-3 ഓവർ ഒന്ന് കുറച്ച് ബൗണ്ടറികളൊക്കെ പോയി ഇംഗ്ലണ്ട് ഒന്ന് സ്റ്റേബിൾ ആവാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്ത് തന്നെ അക്സർ പട്ടേലിനെ കൊണ്ടുവന്ന് പിന്നെ ഫുള്ളായിട്ട് തന്നെ ഇന്ത്യൻ ബോളിംഗ് നിരൻ്റെ ഒരു ഔട്ട് പെർഫോമൻസ് ആയിരുന്നു മത്സരത്തിൽ കണ്ടത്. ഫൈനലിലോട്ട് വരുമ്പോൾ ഈ പ്രകടനം പ്രതീക്ഷിക്കുക. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫൈനലിന് ശേഷം വീണ്ടും കാണാം.